നമുക്ക് ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് രണ്ടാമത്തതാണ് പരിചയപ്പെടാനുള്ളത്. രണ്ടാമത്തതിൽ എന്തൊക്കെയുള്ളത് നമുക്കൊന്ന് നോക്കാം, ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇതിലിപ്പോൾ ഹർക്കാത്ത്, പിന്നെ മത്ത്. ഹർക്കാത്ത് എന്ന് പറയുമ്പോൾ ഓരോ അക്ഷരങ്ങളിലും ഫത്തഹ്, കസ്ർ, ലമ്മ ഇട്ടിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അതിലും ഏകദേശം 7 ആക്ടിവിറ്റി ഉണ്ട്. അതിൽ ഒന്നാമത്തത് മു 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 30 എണ്ണം ഉണ്ടാവും കേട്ടോ, 30 എണ്ണം ഉണ്ടാവും. അതൊന്നാമത്തത്. ഇത് രണ്ടാമത്തത്. മൂന്നും ഒന്ന് തന്നെയാണ്, പക്ഷെ മൂന്ന് രൂപത്തിലാണ് മാത്രം. അതിൽ ആക്ടിവിറ്റി 2-ൽ 1 ഇങ്ങനെ, 2 ഇങ്ങനെ, 3 ഇങ്ങനെ. സംഭവമൊക്കെ ഏകദേശമൊക്കെ സെയിം തന്നെയാണ്. റസമ എന്ന് പറഞ്ഞാൽ പെൻസിൽ കൊണ്ട് പിന്നെ ചിത്രം വരയ്ക്കുകയായിരിക്കും. ഹഫില എന്ന് പറഞ്ഞാൽ മനപ്പാടമാക്കുക, അല്ലേ, ഖുർആൻ മനപ്പാടം ചിത്രം കൊണ്ട് മനസ്സിലാക്കുക. സജദ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്യുന്ന ചിഹ്നത്തിൽ ഇതുപോലെ ഇട്ട്. കത്തബ എന്ന് പറഞ്ഞാൽ എഴുതുക. അപ്പോൾ ഇതിലേതാ എഴുതുന്നത് നോക്കിയിട്ട്. അപ്പം ഇതൊക്കെ 4ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും. ഖറ എന്ന് പറഞ്ഞാൽ വായിക്കുക. അത് രണ്ടാമത്തതിൽ. രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ രണ്ടാമത്തതിലും ഇതുപോലെ പിന്നെ ബോർഡിൽ എഴുതിയിട്ടുള്ളൊരു ടീച്ചറും മാഷും കുട്ടീനെയും കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ ഷറഹായിരിക്കും. കുട്ടിക്ക് ആ പാഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണല്ലോ. ഓക്കെ, അതിങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുകയാണല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. ഇനി ആക്ടിവിറ്റി 2-ൽ തന്നെ മൂന്നാമത്തത്, അതും സെയിം തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് ഖറ, പിന്നെ കത്തബ, പിന്നെ റസമ, പിന്നെ ഷറഹ, ഹസബ. ശരിയാണെങ്കിൽ ഫുള്ള് പച്ചയായി കാണിക്കും, ശരിയായത് കൊണ്ടാണ്. തെറ്റുണ്ടെങ്കിൽ ചുവപ്പ് കാണിക്കും, റോങ് കാണിക്കും. ഇനി വഖഫ നിൽക്കുന്നു. ഹഫിദ എന്ന മനപ്പാടമാക്കുക. റക്ക എന്ന് പറഞ്ഞാൽ റുക്കൂ ചെയ്യുക. ജലസ എന്ന് പറഞ്ഞാൽ ഇരിക്കുക. സജദ എന്ന സുജൂദ് ചെയ്യുക. ഇതൊക്കെ ഉപകാരപ്പെടും, കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതാണ് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയിൽ ഒന്നാമത്തത്, അതുപോലെ രണ്ടാമത്തത്, അതുപോലെ മൂന്നാമത്തത്. ശരിയായതിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇനി ആക്ടിവിറ്റി 4-ൽ ഇതുപോലെ തന്നെ റബിയ. ആക്ടിവിറ്റി 5-ൽ ഇതുപോലെ തന്നെ 3 ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തത്, മൂന്നാമത്തത്, അങ്ങനെ. പിന്നെ ആക്ടിവിറ്റി 6-ൽ ഇതുപോലെ ഉണ്ടാകും. ഓക്കെ, 7-ൽ ഇതുപോലെ ഉണ്ടാവും. 1-ൽ, 2-ൽ, 3-ൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ രൂപങ്ങളൊക്കെ. ജസ്റ്റ് വേണമെങ്കിൽ ഇത് പറഞ്ഞുതരാം. അതായത് ജമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒട്ടകം. സമക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ. അസദ് പറഞ്ഞാൽ സിംഹം. പിന്നെ നമിർ പറഞ്ഞാൽ പുലി. അസദ് ബക്കറത്ത് പറഞ്ഞാൽ പശു. ഓക്കെ, പിന്നെ ആനമ പറഞ്ഞാൽ കിർക്കത്ത് എന്ന് പറഞ്ഞാൽ, പിന്നെ ഫീലോഹ് എന്ന് പറഞ്ഞാൽ അത്, പിന്നെ കിർക്കത്ത് എന്ന് പറഞ്ഞാൽ അത്. ഇതൊക്കെ ഒന്നിൽ കൂടുതലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പിന്നെ ഉള്ളത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തതിലുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്.